ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് കാർബൺ നാനോ ട്യൂബിനെ കുറിച്ചിട്ടാണ്. കാർബൺ നാനോ ട്യൂബ്. ഓക്കെ, കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, വൈഡ് ആപ്ലിക്കേഷനുള്ള ഒരു നാനോ പാർട്ടിക്കിളാണ് കാർബൺ നാനോ ട്യൂബ്. അപ്പോൾ കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോളോ സിലിണ്ടർ. എന്താണ്? ഒരു ഹോളോ സിലിണ്ടറാണ്. ഒന്നുമില്ല, ഒരു ബുക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മടക്കിയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഹോളോ സിലിണ്ടർ ആയിരിക്കും അല്ലേ? അതേമാതിരി അങ്ങനത്തെ ഒരു കാർബൺ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് ആ രണ്ടറ്റം കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ വി ഗോട്ട് എ സിലിണ്ടർ ലൈക്ക് ഷേപ്പ്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും കിട്ടുക. മാത്സിൽ പഠിച്ചിട്ടില്ലേ? സിലിണ്ടറിക്കൽ, സ്ക്വയർ, റെക്റ്റാങ്കിൾ അല്ലേ, സമചതുരം, ചതുരം, സിലിണ്ടർ ഷേപ്പ്. അതേമാതിരിയുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് കിട്ടും. പിന്നെ ഏറ്റവും നല്ലത് ഒരു പേപ്പർ, ഒരു A4 എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു A4 എടുത്തിട്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ രണ്ടറ്റത്തും രണ്ട് ഹോൾസ് ഉള്ള രീതിയിൽ ഹോളോ സിലിണ്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ സിംഗിൾ ഷീറ്റ് ഓഫ് കാർബൺ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഹോളോ സിലിണ്ടറാണ് എന്ത്? കാർബൺ നാനോ ട്യൂബ്. സോ കാർബൺ നാനോ ട്യൂബ് ഈസ് എ ഹോളോ സിലിണ്ടർ ആൻഡ് ഇറ്റ് ഈസ് എ സിംഗിൾ ഷീറ്റ് ഓഫ് കാർബൺ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് കാർബൺ ആണ്. ആൻഡ് ഓൾസോ കാർബൺ നാനോ ട്യൂബ്സ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതെന്താണ്? നല്ലൊരു കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് എന്ത്? കാർബൺ നാനോ ട്യൂബ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇൻ ദ ഫീൽഡ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇൻ ദ ഏരിയ ഓഫ് അൾട്രാ ഇൻറ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ്. മെയിനായിട്ട് എന്താണ്? ഇലക്ട്രോണിക് ഫീൽഡിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ കാർബൺ നാനോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അതിനൊരു കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോ പ്രൈസാണ്. അത് വില കുറവായത് കാരണം മാസ് പ്രൊഡക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ലോ പ്രൈസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ. അൾട്രാ മിനിയേച്ചറൈസേഷൻ, അത് ഒന്നുമില്ല, കുഞ്ഞ് സൈസ് വളരെ ചെറുതായിരിക്കും. അതാണ് അൾട്രാ മിനിയേച്ചറൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഡിസൈൻ ഓഫ് ഇന്നോവേറ്റീവ് സെൻസേഴ്സ്. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്നോവേറ്റീവ് നല്ല അടിപൊളി സെൻസേഴ്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് പോളിട്രോണിക് സർക്യൂട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് നല്ല സർക്യൂട്ടുകൾ. ഇപ്പോൾ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിലും അതുപോലെ ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഡിവൈസസിലുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, പോളിട്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ സർക്യൂട്ടുകൾ യൂസ് ചെയ്യും. അതെന്ന് വെച്ചാൽ മോസ്റ്റ് പവർഫുള്ളായിരിക്കും, ഒരുപാട് ലൈഫ് സ്പാൻ ഉള്ളതായിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് പവർഫുൾ പോളിട്രോണിക് സർക്യൂട്ട്, അതുപോലെ ലോ പ്രൈസ് മാസ് പ്രൊഡക്ഷൻ, അൾട്രാ മിനിയേച്ചറൈസേഷൻ, ഡിസൈൻ ഓഫ് ഇന്നോവേറ്റീവ് സെൻസേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് പവർഫുൾ പോളിട്രോണിക്, ഇവിടെ പവർഫുൾ എന്നുണ്ട്, പവർഫുൾ പോളിട്രോണിക് സർക്യൂട്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് DNA ക്യാപ്ചറിങ് ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ടെക്നോളജിയിൽ DNA സൈസ് മനസ്സിലാക്കാനും, DNA എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം, DNA സൈസ് മനസ്സിലാക്കാനും, അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് ഇച്ചിരി വലിയ ടേമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ ഈ ടേം സ്കിപ്പ് ചെയ്തോളൂ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. എന്താണ്? മോളിക്യുലാർ സ്റ്റഡിയാണ്. മനസ്സിലാക്കി വെക്കുക. പക്ഷേ വെൻ യു റൈറ്റ് അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ യു ക്യാൻ യൂസ് ഓൺലി ദിസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ഈ ഒരു ടേം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബട്ട് മനസ്സിലാക്കാൻ വേണ്ടി വെക്കുക. മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചേഴ്സ്, ആറ്റംസിൻ്റെ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ടെക്നിക്കാണ് എന്ത്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അവിടെ നമ്മൾ നാനോ ലെവലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് എന്തൊക്കെയാണ്? ഇത് ലോ പ്രൈസാണ്. എന്തായിരുന്നു? ലോ പ്രൈസാണ്. അതുപോലെ തന്നെ അൾട്രാ മിനിയേച്ചറൈസേഷൻ ആണ്. ഡിസൈൻ ഓഫ് ഇന്നോവേറ്റീവ് സെൻസേഴ്സ്, ലോ പ്രൈസ് മാസ് പ്രോഡക്ട്സ്, അൾട്രാ മിനിയേച്ചറൈസേഷൻ, ദെൻ ഡിസൈൻ ഓഫ് ഇന്നോവേറ്റീവ് സെൻസേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് പവർഫുൾ ആൻഡ് ചീപ്പ്, വെരി ചീപ്പാണ് കേട്ടോ, പവർഫുൾ ആൻഡ് ചീപ്പ് പോളിട്രോണിക് സർക്യൂട്ട്സ്, DNA ക്യാപ്ചറിങ് ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജാണ് മെമ്മറി സ്റ്റോറേജ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ്
സ്റ്റോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ സ്മോൾ സ്പേസ്. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞാണല്ലേ, അപ്പോൾ ആ കുഞ്ഞ് സ്ഥലത്ത് ഒത്തിരി ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മെമ്മറി സ്റ്റോറേജ് ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇസ് വെരി ലാർജ്. സ്റ്റോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ സ്മോൾ സ്പേസസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറി സ്റ്റോറേജിനൊക്കെ യൂസ് ചെയ്യണത് എന്താണ്, പഴയ ഓൾഡ് ട്രഡീഷണൽ ചിപ്പല്ല, വളരെ എന്താണ് റീകോൺഫിഗറബിൾ ചിപ്പാണ് യൂസ് ചെയ്യണത്. എന്താണ് റീകോൺഫിഗറബിൾ അറേസ് നാനോ ഡോട്ട്സ് ആണ് യൂസ് ചെയ്യണത്. പിന്നെന്താണ്, ഇറ്റ് ഈസ് മെയിൻ അഡ്വാൻറ്റേജ് ഇൻ ദ ഫീൽഡ് ഓഫ് സെമി കണ്ടക്ടേഴ്സായിട്ട് കാർബൺ നാനോ ട്യൂബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തായിട്ടാണ് യൂസ് ചെയ്യണത്, സെമി കണ്ടക്ടേഴ്സായിട്ട് കാർബൺ നാനോ ട്യൂബ്സിനെ ഇലക്ട്രോണിക് ഡിവൈസസിൽ, ട്രാൻസിസ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സെമി കണ്ടക്ടർ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമോ? അർദ്ധചാലകം എന്ന് പറയും. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. സെമി കണ്ടക്ടറും അല്ല, എന്നാൽ നോൺ കണ്ടക്ടറുമല്ല, സെമി കണ്ടക്ടറാണ്. കുറച്ചൊക്കെ അതെന്ത് ചെയ്യും, നന്നായിട്ട് കറണ്ട് കടത്തി വിടാൻ പറ്റും. അപ്പോൾ സെമി കണ്ടക്ടറായിട്ട് കാർബൺ നാനോ ട്യൂബിനെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഇലക്ട്രോണിക് ഫ്ലോനെ അതിനെന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം പഴയ മാതിരിയല്ല, ഇപ്പോഴത്തെ ഡിവൈസസ് ഒന്നും പെട്ടെന്ന് അടിച്ചു പോകില്ല. വോൾട്ടേജ് കൂടിയാലും അതുപോലെ തന്നെ എന്താണ് ബ്രേക്കർ താഴ്ന്നു പോകാമെന്നൊക്കെ പറയും അല്ലേ നമ്മൾ. വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡിവൈസിന് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ അങ്ങനെയല്ല, ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത് വളരെ കൂടുതലായിരുന്നു. ഇന്ന് അതിന് നമ്മൾ സ്റ്റെബിലൈസേഴ്സ്, ഈവൻ ഫ്രിഡ്ജാണെങ്കിൽ നമ്മൾ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പം കറണ്ട് മൊത്തത്തിൽ ഇപ്പം നമ്മൾ കറണ്ട് ആണെങ്കിലും നമുക്ക് ബ്രേക്കർ ഉണ്ടാകും. വീടുകൾക്ക് സർക്യൂട്ടിന് എന്തുണ്ടാകും, ബ്രേക്കർ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ലോഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്കർ ഡൗൺ ആകും അല്ലേ. ആ സമയത്ത് കറണ്ട് പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ഒരു തീപിടുത്തം വരികയോ മൊത്തത്തിൽ വയർ കത്തിപ്പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അപ്പോൾ ഇന്നത്തെ ന്യൂ ട്രെൻഡ് അനുസരിച്ചിട്ട് കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രിക് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇലക്ട്രിക് ഫ്ലോനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തേത് എന്താണ്, ഇൻറ്റഗ്രേറ്റഡ് നാനോ സർക്യൂട്ട്സ് യൂസ്ഡ് ഇൻ സിലിക്കോൺ ചിപ്സ്. നാനോ ചിപ്പ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, സിലിക്കോൺ ചിപ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. നാനോ സർക്യൂട്ടുകൾ സിലിക്കോൺ ചിപ്പിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല എഫിഷ്യൻസി കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്, ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് പിക്ചർ ക്വാളിറ്റി ആൻഡ് റെസൊല്യൂഷൻ ഈസ് വെരി ഹൈ അല്ലേ. പഴയ മാതിരിയാണോ ഇപ്പോഴത്തെ ടി വിയുടെ ഒരു പിക്ചർ ക്വാളിറ്റി, HD അല്ലേ, നല്ല റെസൊല്യൂഷനാണ്, നമുക്ക് HD ഫീൽഡിൽ കാണാൻ പറ്റും. പിന്നെന്താണ്, റെസൊല്യൂഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ മൊബൈലാണെങ്കിൽ പോലും ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിയലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ടി വിയിലാണെങ്കിലും നമുക്ക് അങ്ങനെ റിയലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ പിക്ചർ ക്വാളിറ്റി ആൻഡ് റെസൊല്യൂഷൻ ഈസ് വെരി ഹൈ. ദെൻ ഫീൽ ഓഫ് പിക്ചർ ഈസ് റിയൽ അല്ലേ. പിക്ചർ നമുക്ക് വളരെ റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ ഫ്രീക്വൻസി മോഡുലേഷൻ പറ്റും അല്ലേ. ഒരു സ്റ്റീരിയോ സെറ്റ്, ഇപ്പോഴത്തെ ഒരു സ്റ്റീരിയോ സെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് കേൾക്കുന്ന എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ സപ്പോസ്, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി മോഡുലേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് ട്രാൻസ്മിഷൻ ഈസ് വെരി ഈസി. ഡാറ്റ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻസ്, ഇപ്പം ടെക്നോളജി ഇങ്ങനെ വളർന്നു വരികയാണ് അല്ലേ. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ പഴയതിനേക്കാളും ഫാസ്റ്റാണ് ഇപ്പം, അതിൻ്റെ ട്രാൻസ്മിഷനൊക്കെ പഴയതിനേക്കാൾ ഫാസ്റ്റാണ്. അതിനൊക്കെ സാധിക്കുന്നത് എന്താണ്, ബൈ യൂസിങ് ദിസ് നാനോ മെറ്റീരിയൽസ്. എക്സാമ്പിൾ കാർബൺ നാനോ ട്യൂബ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞു, ഒരു ഭാഗം കഴിഞ്ഞു. ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരാം. കാർബൺ നാനോ ട്യൂബ്സ് ഹോളോ സിലിണ്ടറാണ്, സിംഗിൾ ഷീറ്റാണ്, അത് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡെവലപ്മെൻറ്റ് ഏരിയ മെയിനായിട്ട് ഇലക്ട്രോണിക്സ് ആണ്, ലോ പ്രൈസ് ആണ്, സ്മോൾ സൈസ് ആയിരിക്കും, ഇന്നോവേറ്റീവ് സെൻസേഴ്സ്, ഗുഡ് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് പവർഫുൾ ആൻഡ് ചീപ്പ് പോളിട്രോണിക് സർക്യൂട്ട്, DNA ക്യാപ്ചറിങ്, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. മെമ്മറി സ്റ്റോറേജ് വളരെ കൂടുതലായിരിക്കും, സ്മോൾ സ്പേസിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും.
സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ആൻഡ് ന്യൂട്രലൈസ് ദ ഇലക്ട്രിക് ഫ്ലോ ആൻഡ് ഓൾസോ ഇൻറ്റഗ്രേറ്റഡ് നാനോ സർക്യൂട്ട്സ് യൂസ്ഡ് ഇൻ സിലിക്കോൺ ചിപ്സ്. സോ ഇറ്റ്സ് എന്താ പറയുക, എഫിഷ്യൻസി ഇസ് വെരി ഹൈ when compared to traditional silicon chips. Then display and audio visual aids മെയിനായിട്ട് picture quality and resolution is very high when compared to traditional devices. Then field of picture is very real. Then frequency of modulation is very easy. Data processing and transmission is also very easy. Okay.